ഹലോ ഗെയ്സ്, ലാസ്റ്റ് വീക്കിന് നമ്മൾ ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഈവനിങ് എല്ലാം നമുക്ക് കുഞ്ഞുമണീസിനെ കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, അസാധ്യമായ ചൂടാണ്. അങ്ങനെ നമ്മൾ 3 റെസ്റ്റോറൻ്റാണ് സ്പോട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾഡൻ വോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ലാസ്റ്റ് ഡേ പോയി ലഞ്ചൊക്കെ കഴിച്ച് ചട്ടിച്ചോറിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉച്ച സമയത്താണ് അത് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ നമ്മളൊരു അറബിക് റെസ്റ്റോറൻറ്റ് ഇതിന് മുമ്പ് പോയിട്ടുള്ളതാണ്, അടിപൊളിയാണ്. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ ഫൈനലി നമ്മൾ മസാല ദർബാറിലെത്തി കേട്ടോ. നമ്മൾ നേരത്തെ കിസി ആൻഡ് ഫാമിലിയോടെ പോയിട്ടുള്ളതാണ്. അവരുടെ അമ്മ വന്ന സമയത്ത് നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ അവിടെ നിന്ന് കഴിക്കുന്നത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുമണീസ് ഇതിന് നമ്മളെ സമ്മതിക്കുമെന്നറിയില്ല. എനിവേ അവിടെ ചെന്ന് നമ്മൾ പാൽക്കപ്പയും ബീഫ് റോസ്റ്റും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞോ നല്ല ഉറക്കമായിരുന്നു. പക്ഷെ നമ്മുടെ പൊന്നു കുട്ടൻ തുടങ്ങി ഓടി നടക്കാനും വഴക്ക് പിടിക്കാനും ഒക്കെ തുടങ്ങി. മെഹബുള്ള സ്ട്രീറ്റ് 231 ബ്ലോക്ക് 2 ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഫുഡാണ് കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഫുഡ് പാക്ക് ചെയ്ത് വരേണ്ട വന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് അനുവും ഫാമിലിയും അതുപോലെ അവരുടെ ഒരു ഫ്രണ്ടിനെയും അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അവർ ഫുഡ് കഴിച്ചിറങ്ങി. നമ്മൾ ഒന്ന് കറങ്ങി കുഞ്ഞുമണീസുമായിട്ട് ഫുഡും കൊണ്ട് വീട്ടിൽ വന്നു. അത് ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടായി. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ കുഞ്ഞുമണീസ് കുഞ്ഞല്ലേ ഗൈസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ പോയതാണ്. എന്നും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു ഇടവേള വേണമല്ലോ, നമുക്കൊരു ലക്ഷത്തെ. അങ്ങനെ കിച്ചണ് ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊഴികെ എല്ലാം അടിപൊളി. നല്ല ക്രീമി ടെക്സ്ചറുള്ള പാൽക്കപ്പയും നല്ല അടിപൊളി എരിവോട് കൂടിയ ബീഫ് റോസ്റ്റും കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ പൊറോട്ടയും കഴിച്ചു. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ പൊറോട്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ചുരുട്ടിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്നത് നമുക്കൊരു വിഷമം തന്നെയാണ്. എനി ഹൗ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച കാര്യത്തിൽ എൻ്റെ അടുക്കളയ്ക്ക് ബൈ ബൈ പറഞ്ഞത് തിരിച്ച് കയറേണ്ട വന്നു. ഇനി അവിടെയാണെങ്കിൽ നല്ല അടിപൊളി നല്ല പ്ലേറ്റിങ്ങിൽ ഫുഡ് സെർവ് ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞുമണീസ് കുറച്ച് വലുതാവാതെ അത് നടക്കും തോന്നില്ല ഗൈസ്. എനിവേ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാറുണ്ട് വെളിയിൽ പോകാനും ഫാമിലിയായിട്ട് ടൈം ഉണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും പോകാത്തവർ പോയി നോക്കണം. ബൈ ബൈ.